ഡിസംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ്. കർഷകർക്ക് വേണ്ടി റൈത്തന്ന മീ കോസം പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. റൈത്തന്ന മീ കോസം ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശ്. കർഷകർക്കാണ്. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഏത്? 2026 ലോക പുസ്തക തലസ്ഥാനം ഏതാ? റബാത്ത്. മൊറോക്കോയുടെ തലസ്ഥാനമാണ് റബാത്ത്. 2025 ഫോർമുല 1 കാറോട്ട മത്സര ജേതാവ് ലാൻഡോ നോറിസ്. ഫോർമുല 1 കാറോട്ട മത്സര ജേതാവ് 2025. 2024 ആരായിരുന്നു? മാക്സ് വെസ്റ്റപ്പൻ ആയിരുന്നു അല്ലേ? സെപ്റ്റംബർ 13 സംസ്ഥാന വനിതാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനം ഏത്? കർണാടക. സെപ്റ്റംബർ 13 സംസ്ഥാന വനിതാ ദിനം. ചൊവ്വയിൽ പ്രാചീന കാലത്ത് ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്ന് തെളിവുമായി ഗവേഷകർ ഈ അടുത്ത് കണ്ടെത്തിയ പുരാതന നദീതട വ്യവസ്ഥ ഏത്? എന്താണ്? ചൊവ്വയിൽ പ്രാചീന കാലത്ത് ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്ന് തെളിവായി ഗവേഷകർ ഈ അടുത്ത് കണ്ടെത്തിയ പുരാതന നദീതട വ്യവസ്ഥയാണ് പരാന വാലസ്. 2025 ഡിസംബറിൽ BSFൻ്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റതാര്? 2025 ഡിസംബറിൽ BSFൻ്റെ ഡയറക്ടർ ജനറൽ പ്രവീൺ കുമാർ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഡ്രോൺ പാട്രോൾ വെഹിക്കിൾ ഏതാണ്? ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഡ്രോൺ പാട്രോൾ വെഹിക്കിളാണ് ഇന്ദ്രജാൽ റേഞ്ചർ. 2025 വേർഡ് ഓഫ് ദി ഇയറായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്ത വാക്കാണ് റേജ് ബെയ്റ്റ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി തിരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ സിറ്റി പദ്ധതി എവിടെയാണ് നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ സിറ്റി പദ്ധതി എവിടെയാണ്? കുർണൂൽ, ആന്ധ്രാപ്രദേശ്. അവളകം എന്ന പുസ്തകം എഴുതിയത് ഫ്രാൻസിസ് നൊറോണ. ഇന്ത്യയിലെ ഇഞ്ചി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയിലെ ഇഞ്ചി സംസ്ഥാനം മിസോറാം. 2025 ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1. പ്രമേയം ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിങ് എയ്ഡ്സ് റെസ്പോൺസ്. 2026 ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് അംബാസിഡർ ആരാണ്? രോഹിത് ശർമ്മയാണ് കേട്ടോ. 2026 ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് അംബാസിഡർ രോഹിത് ശർമ്മ. 2025 നവംബറിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് അവതരിപ്പിച്ച രാജ്യം കാനഡയാണ്. എന്താണ് പ്ലേറ്റർ ഇൻഡിക്കസ്? ഒരു ചിലന്തി വർഗ്ഗമാണ് പ്ലേറ്റർ ഇൻഡിക്കസ്. അതായത് 2025 നവംബറിൽ 128 വർഷങ്ങൾക്ക് ശേഷം ഉത്തരാഖണ്ഡിൽ നിന്ന് കണ്ടെത്തിയ ചിലന്തി വർഗ്ഗം. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും 18നും 52നും ഇടയിലുള്ള എല്ലാ വനിതാ ജീവനക്കാർക്കും ആർത്തവാവധി ദിനം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ കർണാടകയാണ്. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും 18നും 52നും ഇടയിൽ. 2025 നവംബറിൽ അന്തരിച്ച ട്രീ വുമൺ ഓഫ് ഇന്ത്യ ആരാണ്? ട്രീ വുമൺ ഓഫ് ഇന്ത്യ സാലുമരത തിമക്കയാണ്. അവൾ അന്തരിച്ചു. അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ ആരംഭിക്കുന്ന പുതിയ സ്റ്റേഷൻ മൈത്രി 2 ആണ്. താങ്ക് യു.